സാർ എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? നിലവിൽ നമുക്ക് മൂഴിയാർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ജലനിരപ്പ് ഉയരും. അപ്പോൾ ഇവിടെ ജലനിരപ്പ് ഉയരുമ്പോൾ ആറന്മുളയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉള്ളത്. കാരണം ആറന്മുളയിൽ ഓൾറെഡി വെള്ളം നിൽക്കുകയാണ്, ആ വെള്ളം വലിഞ്ഞിട്ടില്ല. ആ വെള്ളം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലോട്ട് വെള്ളം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ജലനിരപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാറുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ആരും ഒരു കോൺഫിഡൻസോടുകൂടി ഒന്നാം നിലയിൽ കയറിയിരുന്ന് വെള്ളം പൊക്കോളും എന്നുള്ള കോൺഫിഡൻസ് ഇരിക്കരുത്. ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവരടുത്ത റെസ്ക്യൂ ക്യാമ്പിലേക്ക് നീങ്ങാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നതാണ്. അവരെല്ലാവരും നീങ്ങണമെന്നുള്ളതാണ് അഭ്യർത്ഥന. മറ്റെല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ബോട്ടുകൾ, മത്സ്യബന്ധന യാനങ്ങൾ അത് ഇന്നലെ രാത്രി തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് കൊല്ലത്തു നിന്നും ഹരിപ്പാട്ടു നിന്നും അതുപോലെ കായംകുളത്തു നിന്നുമായി പുതിയ ബോട്ടുകൾ ഇപ്പോൾ എത്തിച്ചേരും. NDRFൻ്റെ അധിക സംഘങ്ങളുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ്. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ തന്നെ മാറാനുള്ളവർ റെസ്ക്യൂ ക്യാമ്പിലായിട്ട് മാറാനുള്ള സാഹചര്യം. നിലവിലിപ്പോൾ ആറന്മുളയിൽ എത്ര ക്യാമ്പുകളുണ്ട്? അതായത് ആറന്മുള നിയോജകമണ്ഡലത്തിലാകെ കോഴഞ്ചേരി താലൂക്കിൻ്റെയും തിരുവല്ല താലൂക്കിൻ്റെയും കൂടെ ചേർന്നാൽ ആറന്മുള നിയോജകമണ്ഡലത്തിലാകെ 23ഓളം ക്യാമ്പുകളാണുള്ളത്. അപ്പോൾ അതിനകത്ത് ക്യാമ്പുകൾ ഇനി തുടങ്ങണമെങ്കിലും എത്ര വേണമെങ്കിലും തുടങ്ങാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാവിധ സംവിധാനവും ഉണ്ട്. ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പോട്ടുകളും, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് എവിടെയാണോ ക്യാമ്പ് ആവശ്യം, ഏറ്റവും സേഫായിട്ടുള്ള പൊസിഷനിൽ എവിടെയാണോ ക്യാമ്പ് ആവശ്യം, ആ ക്യാമ്പ് തുടങ്ങാനുള്ള സംവിധാനങ്ങൾ ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ഒറ്റ അഭ്യർത്ഥന ഉള്ളത് അവരൊക്കെ ക്യാമ്പിലേക്ക് നീങ്ങണമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ക്യാമ്പിൽ വരാൻ ചിലർക്കൊക്കെ മടിയുണ്ടെങ്കിൽ അവർ അടുത്ത ബന്ധുമിത്രാദികളുടെയോ സുഹൃത്തുക്കളുടെയോ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേട്ട് ഒരു 24 മണിക്കൂറെങ്കിലും മാറണമെന്നുള്ളതാണ് അഭ്യർത്ഥന.